ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ്. IPLന്റെ പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ അവർ കഴിഞ്ഞ കുറച്ച് സീസണുകളായി ലീഗിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. 2022 താരലേലത്തിൽ നിന്ന് മികച്ച സ്ക്വാഡിനെ സ്വന്തമാക്കിയ അവർ ഇതിനുശേഷം ടൂർണമെന്റിലെ ഏറ്റവും ശക്തരായ ടീമുകളിൽ ഒന്നാണ്. എന്നാൽ ടീം ശക്തമായെങ്കിലും രണ്ടാം IPL കിരീടമെന്ന സ്വപ്നം സഫലമാക്കാൻ ഈ സീസണുകളിലൊന്നും അവർക്ക് കഴിഞ്ഞില്ല. 2024 സീസണിന്റെ തുടക്കത്തിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പിന്നീട് തപ്പിത്തടഞ്ഞാണ് ടീം പ്ലേ ഓഫിൽ കടന്നത് എന്നതും ശ്രദ്ധേയമാണ്. ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഗക്കാരെയാണ് 2021 മുതൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന പരിശീലകൻ. ഇപ്പോഴിതാ സംഗക്കാരെ അടുത്ത സീസണിൽ രാജസ്ഥാനൊപ്പം ഉണ്ടാകില്ലെന്നും അദ്ദേഹത്തിന് പകരം ടീമിന്റെ പുതിയ പരിശീലകൻ ആരാകുമെന്ന കാര്യത്തിൽ റോയൽസ് തീരുമാനമെടുത്തെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യയുടെ ഇതിഹാസ താരമാണ് രാജസ്ഥാന്റെ പുതിയ പരിശീലകനാകാൻ ഒരുങ്ങുന്നത്. 2021 മുതൽ രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകനായി പ്രവർത്തിക്കുകയാണ് ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഗക്കാരെ. എന്നാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് പുരുഷ ടീമിന്റെ പുതിയ പരിശീലകനാകാനുള്ള തയ്യാറെടുപ്പിലാണ് കുമാർ സംഗക്കാരെ എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇംഗ്ലണ്ട് പരിശീലകനായ മാത്യു മോട്ട് കഴിഞ്ഞ മാസാവസാനം ആ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിരുന്നു. നിലവിൽ ഈ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ക്രിക്കറ്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി സംഗക്കാരെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഡ്യൂട്ടിയിലേക്ക് പോകുമെന്നാണ് സൂചനകൾ. കുമാർ സംഗക്കാരയ്ക്ക് പകരം മുൻ ഇന്ത്യൻ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത പരിശീലകനാവുന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ക്രിക്ബസ് ആണ്. നേരത്തെയും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചതിന് ശേഷമായിരുന്നു രാഹുൽ ദ്രാവിഡ് ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത്. ഇതിനുശേഷം പല IPL ടീമുകളും പരിശീലക ഓഫറുമായി ദ്രാവിഡിനെ സമീപിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ദ്രാവിഡ് അദ്ദേഹത്തിന്റെ മുൻ ടീം കൂടിയായ രാജസ്ഥാനിലേക്ക് തിരികെ പോകുമെന്ന സൂചനകൾ ഇപ്പോൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ കളിക്കാരനായും മെന്ററായും രാജസ്ഥാൻ റോയൽസിനൊപ്പം ഉണ്ടായിരുന്നു രാഹുൽ ദ്രാവിഡ്. 2011 നടന്ന 4ാം സീസൺ IPLൽ രാജസ്ഥാൻ റോയൽസിൽ എത്തിയ ദ്രാവിഡ് പിന്നീട് ടീമിന്റെ ക്യാപ്റ്റനായി. 2013 സീസൺ IPLൽ രാജസ്ഥാൻ പ്ലേ ഓഫിൽ എത്തുമ്പോഴും ആ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിൽ ഫൈനലിൽ എത്തുമ്പോഴും ദ്രാവിഡ് ആയിരുന്നു ടീമിന്റെ നായകൻ. 40 കളികളിൽ രാജസ്ഥാനെ നയിച്ച ദ്രാവിഡ് അതിൽ 23 കളികളിലും ടീമിന് ജയം നേടിക്കൊടുത്തു. ക്രിക്കറ്റ് കളത്തിൽ നിന്ന് 2013 വിരമിച്ച ദ്രാവിഡ് ഇതിനുശേഷം പരിശീലക വേഷം അണിഞ്ഞു. 2014-2015 സീസണുകളിൽ രാജസ്ഥാൻ റോയൽസിന്റെ മെന്ററായി പ്രവർത്തിച്ച അദ്ദേഹം IPL ടീമായ ഡൽഹിയുടെയും മെന്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം രാജസ്ഥാൻ റോയൽസ് വിടാൻ ഒരുങ്ങുന്ന കുമാർ സംഗക്കാരയ്ക്കും ടീമിനൊപ്പം മികച്ച റെക്കോർഡാണുള്ളത്. 2021 രാജസ്ഥാൻ റോയൽസിൽ എത്തിയ സംഗക്കാരെ 2022 ടീമിനെ ഫൈനലിൽ എത്തിച്ചു. 2023 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീം 2024 പ്ലേ ഓഫിലും എത്തി.